ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു ചേനേൻ്റെ വിളവെടുത്ത് നോക്കല. അതുണ്ട് തണ്ട് തുറന്നിട്ട് ആയിട്ടില്ല, വണ്ണം വെച്ചിട്ട് അതിലെടുത്ത് എന്തോ സൂക്കേട് വന്നിട്ട് പോയി കാണുന്നില്ലേ? എൻ്റെ തലയെല്ലാം കീറി പോയി കണ്ട, ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. കണ്ട, എന്തോ പുശുവോ എന്തോ ഇങ്ങനെ തുറന്നിട്ട് കാണുന്നില്ല. അതാ ഇതുപോലെ കണ്ടതാ ഈ പ്രാണി ഇതിനുള്ളിൽ കയറിയിട്ട് ഈ പ്രാണി കണ്ട, അതാ ഇത് കണ്ടില്ലേ? ഇതുണ്ട് ആ പ്രാണിയുണ്ട്, അത് കയറി ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഇത് തേച്ച് ഞാൻ നോക്കിയിട്ടില്ല, തേച്ചും ചീഞ്ഞു പോയി. ഇനി എല്ലാവരും അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നോക്കാൻ കഴിയില്ല, നമുക്ക് ഉള്ളിലല്ലേ കയറി കൂടുന്നു. അതുകൊണ്ട് അത് പോയി ഇനി എടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ വിളവെടുക്കേണ്ട സമയമായില്ല. ഞാനിപ്പോൾ ആ നട്ടിന് പെരുത്തുന്ന അതിൻ്റെ നട്ടിട്ട് കുമ്പത്തിൽ നട്ടാൽ ചിങ്ങത്ത് കളക്കാൻ നടന്നു. ഇപ്പം ചിങ്ങമാസം ആയി ഇതാ കാണില്ല, കണ്ടോ? നമുക്കിതൊന്ന് എടുത്തു നോക്കാമല്ലോ. കണ്ടോ? കണ്ടോ? അത് പൊട്ടിപ്പോയി. നല്ല തേങ്ങയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല ചേനയായിരുന്നു. പക്ഷേങ്കിൽ ഇത് നോക്കാം, എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ, നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് സംശയമാണ്. ഒന്നും കാണില്ല. അതിൻ്റെ മാസത്തിന് മഴ നിൽക്കണം. മഴ നിന്ന് കഴിഞ്ഞാലേ ഇത് വണ്ണം വെക്കാൻ തുടങ്ങുള്ളൂ. വണ്ണം വെക്കണമെങ്കിൽ കുറച്ച് കഴിയണം. നമ്മളിപ്പോൾ കിളക്കണമെങ്കിൽ മഴയില്ലാണ്ട് ഒരു മാസം കിട്ടണം, എന്നാലും മാത്രമേ ഇത് കിളക്കാൻ പാടുള്ളൂ. ഉണ്ട് തോന്നുന്നു കുറച്ച്. ഇപ്പോൾ ഇവിടെ ഒരു ലേശം പാരി ഉണ്ട്, ഇതൊക്കെ വരി. കിളക്കാൻ കിട്ടുന്നില്ലല്ലോ, കിട്ടാൻ കിട്ടുന്നില്ല. ചാക്ക് കിരണ്ടി വരുവാ. ഉണ്ട് കിട്ടാ, തേങ്ങ ഉണ്ട്, ഇല്ലായിക്കൊന്നുമില്ല. ഞാൻ വേഷം ഒന്നുമില്ല. രണ്ടെണ്ണം, ഒന്നിൻ്റെ തടന്ന് മറ്റേ തലക്കൈ കൂടി പൊടിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടാ. ചേന ഉണ്ട്, ഇല്ലായില്ല. പക്ഷേ ഇത്തിരി നല്ലതിന് ഉണ്ടാവുക. പക്ഷേ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഉണ്ടാവുക. ഉണ്ടാ രണ്ടെണ്ണം. ഒരു തണ്ട് നട്ടതാണ്. അത് രണ്ടും മുളയിലേക്കൂടി വന്നതുകൊണ്ട് രണ്ട് കിഴങ്ങായിട്ട് വന്നു. രണ്ട് തലക്കൈ കൂടി ഇങ്ങനെ അപ്പുറം ഇപ്പുറം മുളയിലത് മുറിച്ച് കളയാണ്ട് നട്ടുകൊണ്ട് അങ്ങനെ തലക്കൊന്നും വന്ന് ഇത് രണ്ട് കിഴങ്ങായിട്ട് തന്നെ വന്നു. ഇത്ര പോലെ കിട്ടി. നല്ല മോശമൊന്നുമില്ല, ഉണ്ട്. രണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചു. എല്ലാം സൂക്കേട് വന്നിട്ട് മുറിച്ച് പോയി എന്ന് വിചാരിച്ചിന്. ഇല്ല, പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതൊരു സന്തോഷം തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇത് ഒന്നും ഉണ്ടാവില്ല, വെറുതെ നമ്മൾ പൈസ കളഞ്ഞു, നട്ടത് പൈസ കളഞ്ഞു. ഞാൻ എടുത്ത് മേടിച്ചു വിത്തല്ലേ, ആ വിത്ത് വെറുതെ കളഞ്ഞു എന്ന് വിചാരിച്ചിന്. നമ്മൾ എങ്ങനെയായാലും നമ്മൾ കഷ്ടപ്പെട്ടാലും ഉണ്ടാവും എന്നുള്ളത് കാര്യം നമുക്കിപ്പോൾ കണ്ടില്ലേ. ഈ സൂക്കേട് വന്നിട്ടില്ലെങ്കിൽ ഇത്തിരി എല്ലാം ഉണ്ടാവുക. ഇതിപ്പോൾ ഒന്നിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതായിട്ട്. പക്ഷേ ഇത് രണ്ടെണ്ണമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് തലക്കും ഈ രണ്ട് അപ്പുറം ഇപ്പുറവും ചേനയിൽ രണ്ട് അപ്പുറം ഇപ്പുറം രണ്ട് മുള ഇതേപോലെ മുള വന്നു. അപ്പോൾ അങ്ങേ തലക്കുന്ന ഒരു മുള വന്നു, ഇപ്പുറത്തെ ഇത് ഇങ്ങേക്ക് ഒന്ന് മടന്നു വന്നു, മറ്റേത് ഇപ്പുറം വന്നു. അങ്ങനെ രണ്ട് ചേന വന്നേ. ഉണ്ടല്ലേ? കുഴപ്പമില്ലാതെ വിളവുണ്ട്. നല്ല അടിപൊളി വിളവാണ്. ഉണ്ടല്ലേ? ഇല്ലേ? നല്ല ഇതായിട്ടുണ്ട്. ഇഞ്ഞിന് കിഴങ്ങുണ്ട്.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയല്ലോ, ഒരു വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചു പോയി. ഇനി സൂക്കേട് വന്നിട്ട് പോകുന്നില്ല. ഇനിയുണ്ട് ഒരു 3-4 പേരുണ്ട്. 4 കാറ്റം പോയി ഇങ്ങനെ കെട്ടിട്ട് ചെറിയതായിട്ട് ഞാൻ പിന്നെ കറി വെച്ചു. ഇതിപ്പം നല്ല ഒരു വിളവ് മോശമൊന്നുമില്ല. ഒരു 2 കിലോ പോരി ഉണ്ട്. അതുകൊണ്ട് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പൈസ കൊടുത്ത് ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും വലിയ പൈസക്കാവില്ല. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് അവിടെ നട്ട് ഇങ്ങോട്ട് കിട്ടിയെന്നല്ലേ ഉള്ളൂ. അവിടെ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി അടിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.